വീട്ടമ്മയെ പീഡിപ്പിച്ച കോവളം എംഎൽഎ എൻ വിൻസെന്റ് അറസ്റ്റിലായി. വിൻസെന്റിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഡിവൈഎസ്പി ഓഫീസിൽ ചോദ്യം ചെയ്ത വിൻസെന്റിനെ അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. വിവരങ്ങളുമായി ജീവൻകുമാർ ചേരുകയാണ്. ജീവൻ, ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് എത്തിക്കുമോ? ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഇപ്പോൾ എം വിൻസെന്റ് എംഎൽഎ നെയ്യാറ്റിൻകര കോടതി സമുച്ചയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 മനീഷാണ് ഈ കേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നത്. അതിനായി ഇവിടെ മാധ്യമപ്രവർത്തകർ കാത്തുനിൽക്കുകയാണ്. ഇറങ്ങും വഴി ഏതാണ്ട് 2 മണിക്കൂറിലേറെ നീണ്ട അജിത ബീഗത്തിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന എം വിൻസെന്റ് രൂക്ഷമായ ഭാഷയിലാണ് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. പീഡനക്കേസിൽ പ്രതിയായ CPM കൗൺസിലറെ ഇപ്പോഴും സംരക്ഷിക്കുന്ന CPM നേതൃത്വം തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതിൽ രാഷ്ട്രീയ ലാക്കുണ്ട്. ഇന്നു മുതൽ ഇതിന്റെ നിയമ പോരാട്ടം താൻ ആരംഭിക്കുകയാണ് എന്ന് എം വിൻസെന്റ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ ചുരുക്കം വാക്കുകളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതിന് ശേഷമായിരുന്നു അദ്ദേഹം പുറത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം നെയ്യാറ്റിൻകരയിലെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരും. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിലെ വലിയൊരു അമർഷം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതല്ലേ ജീവൻ? തീർച്ചയായും അറസ്റ്റ് അത്തരത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തത് CPM നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ എം വിൻസെന്റ് ആരോപിച്ചിരിക്കുന്നത്. അഞ്ജു, എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങൾ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യത തന്നെയല്ലേ ഉള്ളത്? വൈദ്യപരിശോധന ഓൾറെഡി പൂർത്തിയാക്കിയതിനാൽ ഇനി വൈദ്യപരിശോധനയുടെ ആവശ്യമില്ല. അതിനാൽ നേരെ ഇങ്ങോട്ടായിരിക്കും കൊണ്ടുവരിക എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ കാര്യത്തിന് അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ ഉടൻ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിൽ അടയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് സ്വീകരിക്കുകയും ചെയ്യും. ശരി, ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പീഡനക്കേസിൽ അറസ്റ്റിലായ എം വിൻസെന്റ് എംഎൽഎയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസ് ഉപരോധിച്ചു. വിവരങ്ങളുമായി റിനു ശ്രീധരൻ ചേരുകയാണ്. റിനു, സ്ഥലത്ത് സംഘർഷാവസ്ഥയാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരം? അഞ്ജു, തികച്ചും നാടകീയമായ സംഭവങ്ങൾ എന്ന് തന്നെ പറയാം. വിൻസെന്റ് എംഎൽഎയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസുകാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിലയുറപ്പിച്ചിരുന്നു. നേരത്തെ തന്നെ ഈ നിലയുറപ്പിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നെയ്യാറ്റിൻകര ജംഗ്ഷനിൽ വളരെയധികം അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. നെയ്യാറ്റിൻകര റോഡിന് സൈഡിലുള്ള CPMന്റെയും അതുപോലെ തന്നെ DYFIയുടെയും ഒക്കെ കൊടിമരങ്ങളും കൊടികളും ഒക്കെ നശിപ്പിക്കുന്നു. സംഭവ സ്ഥലത്ത് അക്രമം നിലനിൽക്കുകയാണ്. പോലീസ് ഇപ്പോൾ ലാത്തി വീശിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസുകാർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. പോലീസ് ലാത്തി വീശിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചിത്രി ഓടിയിരിക്കുകയാണ്. ഇപ്പോൾ MLA പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ MLAയുടെ പ്രതികരണമുണ്ടായി. MLA ഒരു കാരണവശാലും രാജിവെക്കില്ല. ചരിത്രത്തിൽ ഇത്തരത്തിൽ യാതൊരു സംഭവത്തിലും ആരും രാജിവെച്ചിട്ടില്ല. CPMന്റെയും മുഖ്യമന്ത്രിയുടെയും ഇടപെടലാണ് തന്നെ കുടുക്കിയത്. താൻ ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടം ഇന്നു മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള തരത്തിലായിരുന്നു പ്രകടനം. ഇപ്പോൾ ഏകദേശം സെക്കൻഡുകൾക്കകം തന്നെ, നിമിഷങ്ങൾക്കകം തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് ഹാജരാക്കും. മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നെയ്യാറ്റിൻകര ജംഗ്ഷനിൽ അക്രമം അഴിച്ചുവിട്ടത്. ഇപ്പോൾ വൻ പോലീസ് സംഘമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, കൈരളി TVയുടെ വാഹനം തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഗ്ലാസും അതുപോലെ തന്നെ വാഹനത്തിന്റെ ചില്ലുകളും അടിച്ചു പൊട്ടിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടന്നു. പക്ഷേ പോലീസ് കൃത്യമായ സമയത്ത് ഇടപെട്ടതുകൊണ്ട് തലനാഴിലേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത്. വൻ ഒരു അക്രമം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിൻസെന്റ് എംഎൽഎയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ നെയ്യാറ്റിൻകര ജംഗ്ഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും എല്ലാം തന്നെ നശിപ്പിച്ചു. വലിയൊരു പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിലവിൽ സ്റ്റേഷനിലെയും മറ്റ് അടുത്തുള്ള സ്റ്റേഷനുകളിലെയും പോലീസ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവരാണിപ്പോൾ ഇവരെ ലാത്തി വീശി ഓടിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. എന്നാൽ ചിതറോടിയവർ നെയ്യാറ്റിൻകര സിവിൽ സ്റ്റേഷൻ പരിസരത്തേക്കും മറ്റ് ഹോസ്പിറ്റലിന് ഉള്ളിലേക്കും ഓടിക്കയറിയിരിക്കുകയാണ്. വലിയൊരു അക്രമം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ അഴിച്ചുവിട്ടിരിക്കുന്നത്. അഞ്ജു, എന്തായാലും വിൻസെന്റിനെ സംരക്ഷിക്കാനുള്ള നേതാക്കളുടെ വാക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. അതിനിടയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാരുടെ ഈ ഒരു നടപടി കൂടി. തികച്ചും മനഃപൂർവ്വമായ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.
നിലവിൽ വലിയ രീതിയിലുള്ള തെളിവുകളും എല്ലാ ശാസ്ത്രീയ തെളിവുകളും ഒക്കെ ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിൻസെന്റ് MLA അറസ്റ്റ് ചെയ്തത്. എന്നാൽ താൻ നിരപരാധിയാണ്, തങ്ങളുടെ വിൻസെന്റ് MLA യാതൊരു രീതിയിലുള്ള തെറ്റും ചെയ്തിട്ടില്ല, CPM-ന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ഇടപെടലാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസും KSUം ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ സ്റ്റേഷനിലേക്ക് മാർച്ചുമായി ഐക്യദാർഢ്യ പ്രകടനവുമായി എത്തിയിരുന്നു. എന്നാൽ വഴിയിൽ വെച്ച് തന്നെ പോലീസ് തടഞ്ഞു. എന്നാൽ തടഞ്ഞ സ്ഥലത്തു നിന്നും മറ്റ് ഇടവഴികളിലൂടെ കയറി പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് തന്നെ ഇവർ എത്തിയിരുന്നു. പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചിരുന്നു. പോലീസ് സ്റ്റേഷന്റെ മുന്നിലുള്ള ചെടിച്ചട്ടികളും ബോർഡുകളും ഒക്കെ തന്നെ നശിപ്പിച്ചു. സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറാനുള്ള വാതിലുകൾ ചവിട്ടി പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ ഈ ഒരു ഇടപെടലൊക്കെ തന്നെയും പോലീസിന്റെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ട് ഇവരെ മാറ്റുവാൻ വേണ്ടി കഴിഞ്ഞു. വീണ്ടും അവർ അവിടെ സ്ഥിതിഗതികൾ രൂക്ഷമാക്കുവാൻ വേണ്ടി സ്റ്റേഷന്റെ DYSP ഓഫീസിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മുന്നിൽ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്നാണ് വിൻസെന്റ് MLA മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് വസതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇറക്കിയത്. ഇപ്പോൾ ആ സമയത്തായിരുന്നു വിൻസെന്റ് MLAയുടെ പ്രതികരണം ഉണ്ടായത്. തുടർന്ന് തമ്പടിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്ന് അവിടുന്ന് വിൻസെന്റ് MLAയെ വാഹനത്തിലേക്ക് കയറ്റി മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അഞ്ജു, ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്തിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അഞ്ജു, ശരി. എന്തായാലും പീഡനക്കേസിൽ അറസ്റ്റിലായ വിൻസെന്റ് MLAയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നെയ്യാറ്റിൻകര DYSP ഓഫീസ് ഉപരോധിച്ചു. സർക്കാരിനെതിരെ രൂക്ഷ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ അതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിരിക്കുകയാണ് വിൻസെന്റിനെ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. BJP കോഴിയിൽ നിയമപരമായ അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരമൊരു പരാതി വന്നപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിന് ഒരു വനിതാ IPS ഓഫീസറെ ചുമതലപ്പെടുത്തിയിരുന്നു. അവരുടെ അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ളതാണ് ഈ അറസ്റ്റിൻ്റെതായ വിവരങ്ങൾ. മറ്റു വിവരങ്ങൾ കൂടുതൽ വരട്ടെ. ഈ പരാതിയുടെ ഒരു ഗൗരവത്തെ പറ്റി എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഏതൊരു അതിക്രമവും അത് ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം പരാതികൾ ഗൗരവമായി പരിശോധിക്കുകയും കർക്കശമായ നിയമ നടപടികൾ ആകാവുന്നതെല്ലാം സ്വീകരിക്കുകയും ചെയ്യും. കോവളത്ത് വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ആരോപണ വിധേയനായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വിൻസെന്റ് MLA സ്ഥാനം രാജിവെച്ചൊഴിയണമെന്ന് VS അച്യുതാനന്ദൻ. ഒരു സ്ത്രീപീഡന കേസിലെ പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് MLA എന്ന നിലയിലാവുന്നത് നിയമസഭയ്ക്ക് കളങ്കമാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കും ഉത്തരവാദിത്വമുണ്ട്. നിയമപരമായി രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരം വരെ കാത്തിരിക്കാതെ MLA സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് പാർട്ടി തന്നെ ആവശ്യപ്പെടുന്നതാണ് ഉചിതമെന്നും VS വ്യക്തമാക്കി. വിൻസെന്റ് MLA ജനപ്രതിനിധികൾക്കും കേരള സമൂഹത്തിനാകെയും അപമാനമാണെന്ന് PK ശ്രീമതി MP. എത്രയും പെട്ടെന്ന് വിൻസെന്റ് MLA സ്ഥാനമൊഴിയണമെന്നും PK ശ്രീമതി MP വ്യക്തമാക്കി. ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കുറേയേറെ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 900 തവണ ഈ സഹോദരിയെ വിളിച്ചു. മാത്രമല്ല സെക്ഷലായിട്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു, പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതെല്ലാം അവർ ഉത്തരവാദപ്പെട്ട ചിലരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായി ഇനി ഒരു നിമിഷം പോലും വൈകാതെ വിൻസെന്റ് MLA സ്ഥാനം ഒഴിയണം. വിൻസെന്റിന് അനുകൂലമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പോൾ അവർ വിൻസെന്റിനെ ഒന്നിച്ചുകൂടി പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് മുൻ പ്രസിഡന്റ് KPCC പ്രസിഡന്റ് മുൻ പ്രസിഡന്റായ VM സുധീരൻ്റെ അഭിപ്രായം? പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ്? ഇപ്പോഴത്തെ ചാർജ് വഹിക്കുന്ന എല്ലാ കാര്യത്തിലും ഇടപെട്ട് വലിയ മാന്യതയുടെ മുഖം മൂടിയൊക്കെ അണിഞ്ഞിട്ട് പറയുന്ന ഒരാളാണല്ലോ MM ഹസൻ. ഈ ഒരു കാര്യത്തിൽ വിൻസെന്റിനെ സഹായിക്കുന്ന നിലപാടാണല്ലോ എടുത്തത്. കേരളീയ സ്ത്രീത്വത്തിനും സ്ത്രീ സമൂഹത്തിനാകെയും ജനപ്രതിനിധികൾക്കാകെയും ഏറ്റവും അപമാനം ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും നിന്ദ്യമായിട്ടുള്ള കൃത്യങ്ങളാണ് വിൻസെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. MLA സ്ഥാനത്തിരിക്കാനുള്ള യാതൊരു യോഗ്യതയും വിൻസെന്റിനില്ല. വിൻസെന്റ് MLA രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതെ, ഈ
കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് തന്നെ രാഷ്ട്രീയമായ ചില ഇടപെടലുകൾ കൊണ്ടാണ്. പാർട്ടിയുടെ ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിൽ പോലീസ് അന്വേഷിച്ച് അദ്ദേഹം ഈ സ്ത്രീയെ പീഡിപ്പിച്ചതായി തെളിവുകൾ കിട്ടുകയും അതിന് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കോടതിയുടെയോ മറ്റും സ്ത്രീ പീഡനം നടന്നു എന്നുള്ള ഒരു വിധി വന്നാൽ പാർട്ടി അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കും. അത് അവരുടെ വനിതാ നേതാക്കൾ സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ അവർ സ്വതന്ത്രമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതാണ്. പാർട്ടി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടാൽ പാർട്ടി നടപടിയെടുക്കും. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ കോവള എംഎൽഎ എം വിൻസെന്റ് എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ. ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ എംഎൽഎ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്നും അവർ പറഞ്ഞു. വിൻസെന്റ് ജനപ്രതിനിധികളുള്ള സ്ഥാനം ഒഴിയണമെന്നുള്ളത്, എംഎൽഎ സ്ഥാനം ഒഴിയണമെന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഇതിനകത്ത് ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. അതിന്റെ തെളിവുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ കഴിയില്ല. വിൻസെന്റ് കഴിഞ്ഞ ഏറെക്കാലമായി യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് നിന്ന് പൊതുരാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നല്ല പ്രതീക്ഷയോടുകൂടി നിലനിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലുള്ള ആരോപണവും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ നിരപരാധിയാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള വിശദീകരണം KPCCക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതടക്കം പരിശോധിക്കണം. പക്ഷേ ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജനപ്രതിനിധികൾക്കെതിരെയൊക്കെ വരുമ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒരു യുവ നേതാവ് എന്നുള്ള നിലയിൽ മാതൃക കാണിക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. BJP നേതൃത്വത്തെ പ്രതികൂട്ടിലാക്കിയ സ്വാശ്രയ മെഡിക്കൽ കോളേജ് കോഴ അഴിമതിയിൽ ആരോപണ വിധേയനായ MT രമേശിന് ക്ലീൻ ചിറ്റ് നൽകി പാർട്ടി സംസ്ഥാന നേതൃയോഗം. വളർന്നുവരുന്ന MT രമേശ് എന്ന നേതാവിനു നേരെയുള്ള ഗൂഢാലോചനയാണ് കോഴ ആരോപണം. കോഴ അഴിമതിയുമായി ബന്ധപ്പെട്ട് BJPക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അഴിമതി വ്യക്തികേന്ദ്രീകൃതമാണെന്നും പാർട്ടി വിലയിരുത്തി. അന്വേഷണ റിപ്പോർട്ട് ചോർന്ന വിഷയത്തിലെ നടപടി സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം BJP കോർ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതാക്കൾ താക്കീതും നൽകി. BJP നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സ്വാശ്രയ മെഡിക്കൽ കോളേജ് കോഴ അഴിമതി റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് BJP കോർ കമ്മിറ്റി യോഗവും BJP സംസ്ഥാന നേതൃയോഗവും തിരുവനന്തപുരത്ത് ചേർന്നത്. BJP സഹസെക്രട്ടറിയും കേന്ദ്ര നേതാവുമായ BL സന്തോഷ്, BJP ദേശീയ സെക്രട്ടറി H രാജ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ നേതാക്കൾ തമ്മിൽ വാക്പോരും പൊട്ടിത്തെറിയുമുണ്ടായി. കോഴ അഴിമതി റിപ്പോർട്ട് ചോർന്നത് മാത്രമായിരുന്നു ചർച്ചാ വിഷയം. റിപ്പോർട്ട് ചോർത്തിയ AK നസീറിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മുരളീധരപക്ഷം നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ റിപ്പോർട്ട് ചോർന്നതിന് പിന്നിൽ മുരളീധരപക്ഷത്തെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ നേതാവിന് പങ്കുണ്ടെന്ന് PK കൃഷ്ണദാസ് പക്ഷം പറഞ്ഞു. റിപ്പോർട്ട് ചോർന്നതിൽ കുമ്മനം രാജശേഖരന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ കുമ്മനത്തിന് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും മുരളീധരപക്ഷം ആഞ്ഞടിച്ചു. നേതാക്കളുടെ ഗ്രൂപ്പ് പോര് യോഗത്തിൽ പ്രതിഫലിച്ചതോടെ ശക്തമായ താക്കീതുമായി BL സന്തോഷ് രംഗത്തെത്തി. റിപ്പോർട്ട് ചോർത്തിയവർ എത്ര ഉന്നതനാണെങ്കിലും അവന്റെ തല ഉരുളുക തന്നെ ചെയ്യും. വിഭാഗീയത അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടി നേരിടേണ്ടി വരും. വേണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റി പൂർണ്ണമായി അഴിച്ചുപണിയുമെന്നും BL സന്തോഷ് താക്കീത് നൽകി. അതേസമയം തനിക്കെതിരെ ഒരു വിഭാഗം നേതാക്കൾ ഗൂഢാലോചന നടത്തുകയാണെന്ന് യോഗത്തിൽ MT രമേശ് പറഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിൽ പൊട്ടിക്കരഞ്ഞ MT രമേശ് ഗൂഢാലോചനയ്ക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോകുമെന്നും വ്യക്തമാക്കി. എന്നാൽ കോഴ ആരോപണത്തിൽ MT രമേശിന് പാർട്ടി സംസ്ഥാന ഘടകം ക്ലീൻ ചിറ്റ് നൽകി. അഴിമതി വ്യക്തി കേന്ദ്രീകൃതമാണെന്ന് PS ശ്രീധരൻപിള്ളയും K സുരേന്ദ്രനും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാർട്ടിയുടെ ഉന്നതനായ ഒരാളുടെ പേര് തെറ്റായി പ്രചരിക്കാൻ ഇടയായതിൽ ഞങ്ങൾക്കെല്ലാം ദുഃഖമേ ഉള്ളൂ. അദ്ദേഹത്തിന് പങ്കില്ല എന്നുള്ള കാര്യം 100%, 101% ഉറപ്പായ സാഹചര്യമാണുള്ളത്. റിപ്പോർട്ടിന്റെ ആധികാരികതയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനും റിപ്പോർട്ട് ചോർത്തിയതിലെ നടപടിയെക്കുറിച്ചുള്ള ചോദ്യത്തിനും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഉരുണ്ടുകളിച്ചു. BJPക്ക് ഈ കോഴ അഴിമതിയിൽ യാതൊരു പങ്കുമില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയ്ക്ക് പിന്നാലെ ജൂനിയർ അഡ്വക്കേറ്റ് രാജു ജോസഫും പ്രതിയായേക്കും. താൻ കൈമാറിയ നിർണായക തെളിവായ മൊബൈൽ ഫോൺ രാജു ജോസഫ് നശിപ്പിച്ചുവെന്ന അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയുടെ മൊഴി സത്യമായാൽ പ്രതിയാക്കാനാണ് തീരുമാനം. എന്നാൽ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ഫോണിനു വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. അതേസമയം ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി മറ്റന്നാൾ വിധി പറയും. നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ രാജു ജോസഫിന് കൈമാറിയെന്നും രാജു ജോസഫ് ഇത് നശിപ്പിച്ചു കളഞ്ഞുവെന്നും പ്രതീഷ് ചാക്കോ മൊഴി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യവെയാണ് പ്രതീഷ് ചാക്കോ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാജു ജോസഫിനെ പ്രതിയാക്കുന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഉടൻ തീരുമാനമെടുക്കും. എന്നാൽ ഇക്കാര്യം അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പൾസർ സുനി തന്റെ അഭിഭാഷകനായിരുന്ന പ്രതീഷ് ചാക്കോയ്ക്ക് കൈമാറിയ മൊബൈൽ ഫോൺ പിന്നീട് ദിലീപിന് നൽകിയെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നുവരുന്നുണ്ട്.
ദിലീപിനല്ലാതെ മറ്റാർക്കെങ്കിലും മൊബൈൽ ഫോൺ കൈമാറിയോ എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കുടുങ്ങിയിരിക്കുന്നത് സ്രാവല്ലെന്നും കൂടുതൽ പേർ ഇനിയും കുടുങ്ങുമെന്നും പൾസർ സുനി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ കേസിൽ മറ്റുന്നതർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. അതീവ രഹസ്യമായാണ് പോലീസ് കരുക്കൾ നീക്കുന്നത്. അതേസമയം ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. ഹർജിയിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം നേരത്തെ പൂർത്തിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തികളുടെ അവകാശമാണെന്ന് കേരളവർമ്മ കോളേജ് അധ്യാപികയും എഴുത്തുകാരിയുമായ ദീപ നിശാന്ത്. മിത്തും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയാനാകാത്തവരാണ് തനിക്കെതിരായ ഭീഷണിക്ക് പിന്നിൽ. അപകീർത്തികരമായ പ്രചാരണങ്ങൾക്കും ഭീഷണിക്കുമെതിരെ നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുമെന്നും ദീപ നിശാന്ത് പറഞ്ഞു. ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തികളുടെ അവകാശമാണെന്നും ആശയപ്രകടനത്തെ എതിർക്കാൻ നഗ്നചിത്രത്തിൽ തലവെട്ടിച്ചേർത്ത് പ്രചരിപ്പിച്ചവരോട് സഹതാപമാണ് തോന്നുന്നതെന്നും ദീപ നിശാന്ത് പറഞ്ഞു. പരാതിയിൽ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയൊക്കെ ആകുമ്പോൾ ഈ രീതിയിൽ ഒരു നഗ്നചിത്രം, അതിന്റെ മുകളിൽ എൻ്റെ തല, ഒരു ആർട്ടും മിത്തും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം തിരിച്ചറിയാത്ത ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. ഹിന്ദുമത വിശ്വാസിയാണെന്നും മതത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന ആഗ്രഹമില്ല എന്നും വ്യക്തമാക്കിയ ദീപ നിശാന്ത് തനിക്കെതിരെ ഭീഷണി മുഴക്കുന്നത് ഹിന്ദുക്കളല്ലെന്ന വിശ്വാസമാണ് തനിക്കുള്ളതെന്നും പറഞ്ഞു. മതപരിവർത്തനമാണ് ഉദ്ദേശമെന്ന ആരോപണത്തെ ഗൗനിക്കുന്നില്ല. ഞാൻ മുസ്ലിം മതപരിവർത്തനം നടത്താനായിട്ട് ഇരിക്കുകയാണെന്നോ അങ്ങനെ എന്തൊക്കെയോ. ഇവർക്ക് പിന്നെ ഈ രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ അല്ലേ അവർക്കറിയുള്ളൂ. അവരൊക്കെ അറിയാവുന്ന രീതിയിൽ ഞാൻ ഈ സംവാദ മര്യാദ പാലിക്കാത്തുള്ള ഒരു വിമർശനങ്ങളെയും ഞാൻ ഗൗനിക്കുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലടക്കം മാനസിക പിന്തുണ നൽകുന്നവർക്ക് ദീപ നിശാന്ത് നന്ദി പറഞ്ഞു. കേരളവർമ്മ കോളേജിൽ MF ഹുസൈന്റെ പെയിന്റിംഗ് സ്ഥാപിച്ച SFI നിലപാടിനെ അനുകൂലിച്ചതോടെയാണ് ദീപ നിശാന്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ പ്രചാരണം ശക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.